നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമുക്കൊന്ന് ചിക്കൻ തോരൻ തയ്യാറാക്കി നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 1/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചിയും 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തു വച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അതിൻ്റെ കൂടെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാൻ വേണം. ഉള്ളിക്ക് പകരം സവോള ചേർത്തും ചിക്കൻ തോരൻ തയ്യാറാക്കാം. പക്ഷേ ചെറിയ ഉള്ളി ചേർത്ത് വെക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. സ്റ്റൗ കത്തിച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഈ പാനൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് 2 വറ്റൻമുളകും 2 തണ്ട് കറിവേപ്പിലയും കൊണ്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് കിട്ടണം. കരിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വെന്ത് കിട്ടണം. ഇത് കരിഞ്ഞു പോകരുത്. തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി ഇട്ട് കൊടുക്കാം. ഉള്ളി ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ ചിക്കൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മളിതിനകത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. തോരന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ മുറി തേങ്ങ ചിരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പിന് നിറം കിട്ടാൻ വേണ്ടി മാത്രം സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും കുരുമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പച്ചമുളകിന് നല്ല എരിവുള്ളതാണ്. 1 ടീസ്പൂൺ കുരുമുളകും 1 ഏലക്കായും 1 ചെറിയ കഷ്ണം പട്ടയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും അല്പം ഉപ്പും കൂടെ ചേർത്ത് അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഞരടി യോജിപ്പിച്ചെടുക്കാം. പച്ചമുളകിന് പകരം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അന്നേരം ചിക്കൻ തോരൻ ചുവപ്പ് കളറായി കിട്ടും. എനിക്ക് പച്ചമുളക് ഇടുന്നതാണ് കൂടുതലിഷ്ടം. അടപ്പ് തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അല്പസമയം ഇതൊന്ന് അടച്ചു വയ്ക്കാം. അരപ്പിൻ്റെ പച്ചച്ചുവയൊന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ചു വയ്ക്കുന്നത്. 1 മിനിറ്റോളം ഇതൊന്ന് അടച്ചു വെക്കാം. അതിന് ശേഷം നമുക്ക് ഈ അടപ്പൊന്ന് മാറ്റിയിട്ട് 1 തക്കാളി ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ അരപ്പും തക്കാളിയും ഇറച്ചിയിൽ നല്ലതുപോലെ യോജിച്ച് വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ തക്കാളി ഒന്ന് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് ഈ അടപ്പൊന്ന് മാറ്റി നോക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന തക്കാളി വെന്തോന്നൊന്ന് നോക്കാം. തക്കാളി കുറച്ചുകൂടെ വേവാനുണ്ട്. നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ വെള്ളം ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടത്. അല്പസമയം കൂടെ നമുക്ക് അടച്ചു വെക്കാം. ഈ തക്കാളി വെന്ത് നല്ലതുപോലെ ഇത് യോജിച്ച് കിട്ടണം. നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അല്പസമയം കൂടെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊന്ന് അടുപ്പ് തുറന്ന് നോക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പും എരിവും ഒക്കെ മതിയെന്ന് നമുക്കൊന്ന് നോക്കാം. ഉപ്പും എരിവും എല്ലാം നല്ല പാകത്തിനുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. 10 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. ആരെയും കൊതിപ്പിക്കുന്ന ഒരു മണമാണ്. അധികം മസാലയൊന്നും ചേർക്കാത്ത നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്.